അടിമാലി കുമളി ദേശീയപാതയുടെ ഭാഗമായ കട്ടപ്പന വെള്ളയാംകുടി റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലമുണ്ടായ ഗർത്തത്തിന് താൽക്കാലികമായ പരിഹാരം. കോൺക്രീറ്റ് ഉപയോഗിച്ച് റോഡിലെ ഗർത്തം മൂടി. അതേസമയം വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായ നടപടി ശാശ്വതമല്ലെന്ന പരാതിയുമായി നാട്ടുകാരും രംഗത്ത് വന്നു. അടിമാലി കുമളി ദേശീയപാതയിൽ കട്ടപ്പന വെള്ളയാംകുടി റോഡിലാണ് പാതയ്ക്ക് കുറുകെ ഗർത്തം രൂപപ്പെട്ടത്. ഇടുക്കി കവലയ്ക്ക് സമീപം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പൈപ്പ് സ്ഥാപിക്കുന്നതിനായി വാട്ടർ അതോറിറ്റി റോഡിന് കുറുകെ കുഴിയെടുത്ത് അശാസ്ത്രീയമായ രീതിയിൽ അടച്ചതോടെയാണ് ഗർത്തം രൂപപ്പെട്ടതെന്നാണ് പ്രദേശവാസികളുടെ പരാതി. കുഴിയെടുത്ത ശേഷം കോൺക്രീറ്റ് ഉപയോഗിച്ച് അവ അടച്ചിരുന്നു. ഏതാനും ദിവസങ്ങൾക്കിപ്പുറം കോൺക്രീറ്റ് ഇളകി കുഴി വീണ്ടും രൂപപ്പെട്ടു. നിരവധി അപകടങ്ങൾക്ക് കാരണമായതോടെ പ്രതിഷേധങ്ങളും ശക്തമായി. ഇതോടെ വാട്ടർ അതോറിറ്റി വീണ്ടും കുഴിയിൽ കോൺക്രീറ്റ് ഇറക്കി പൊടിക്കൈകൾ ചെയ്ത് തടിതപ്പി. എന്നാൽ വീണ്ടും ഇതേ സ്ഥലത്ത് വലിയ ഗർത്തം രൂപപ്പെട്ടതോടെ നിരന്തര അപകടങ്ങളാണ് ഉണ്ടാകുന്നത്. തുടർന്ന് പൗരസമിതിയുടെ നേതൃത്വത്തിൽ ഗർത്തത്തിൽ വാഴനട്ട് പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. അതിനെ തുടർന്നാണ് അധികൃതർ വീണ്ടും കോൺക്രീറ്റ് ഉപയോഗിച്ച് കുഴിയടച്ചത്. എന്നാൽ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ നടപടി ശാശ്വതമല്ലെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. പ്രതിഷേധം സംഘടിപ്പിക്കുകയും ഒരു വാർത്ത കൊടുക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് വൈകുന്നേരമായപ്പം കുറെ കോൺക്രീറ്റ് കൊണ്ട് മിക്സ് ചെയ്തിരുന്നുണ്ട്. ഇതിന് ശാശ്വതമായ പരിഹാരമല്ല ഒരിക്കലും. ഇതിപ്പം ഇത്രയും വണ്ടികൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോൺക്രീറ്റ് എത്ര ഇട്ടെന്ന് പറഞ്ഞാലും വണ്ടി കയറി ഇറങ്ങി കഴിയുമ്പോൾ വീണ്ടും പഴയ പോലെ കുഴിയാകുമല്ലോ. ഇതിനു മുമ്പ് ഇങ്ങനെ അനുഭവം ഉണ്ടായപ്പോൾ ഒരു മാസം മുമ്പ് ചെയ്തപ്പോഴും ഒരാഴ്ചക്കൊണ്ട് തന്നെ പഴയതിനേക്കാളും കഷ്ടമായ അവസ്ഥയിലേക്കാണ് പോയത്. ഇതിപ്പോൾ ഏത് ഡിപ്പാർട്ട്മെന്റാണെങ്കിലും ഇരുട്ടുകൊണ്ട് ഓട്ടോ അടയ്ക്കുക എന്നുള്ളൊരു നയമാണ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ആൾക്കാരെ കണ്ണി പൊടിയിടാൻ വേണ്ടി ഒരു സംവിധാനം എന്നുള്ളതല്ലാതെ ഇതൊരിക്കലും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലല്ല ചെയ്തിരിക്കുന്നത്. ശാശ്വതമായ പരിഹാരം എന്ന് പറഞ്ഞാൽ ടാർ ചെയ്ത് തന്നെ പഴയ രീതിയിലാക്കിയാലും മാത്രമേ നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ആവശ്യം തന്നെ ടാർ ചെയ്ത് കറക്റ്റാക്കുക എന്നുള്ളതാണ്. അതായത് ഇങ്ങനെയൊരു പരിപാടി കൊണ്ട് ഒരിക്കലും അത് ശാശ്വതമായ പരിഹാരമാകില്ല. ഈ അപകടങ്ങൾ ഒഴിവാക്കിയല്ല പ്രശ്നത്തിന് പരിഹാരമാകുന്നു. സമരപരിപാടിയെ തുടർന്ന് വീണ്ടും കോൺക്രീറ്റ് ഉപയോഗിച്ചാണ് അധികൃതർ കുഴി മൂടിയത്. അവ ഉറപ്പിക്കുന്നതിനും ശാസ്ത്രീയമായ വിദ്യകൾ പ്രയോഗിച്ചിട്ടില്ല. 2 തവണ കോൺക്രീറ്റ് ഉപയോഗിച്ച് കുഴിയടച്ചിട്ടും വീണ്ടും അവ പൊളിയുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അതേ സാഹചര്യത്തിൽ തന്നെയാണ് അധികൃതർ വീണ്ടും കോൺക്രീറ്റ് ഉപയോഗിച്ച് കുഴിയടയ്ക്കാൻ വന്നത്. കൂടാതെ ടൗണിൽ നന്നേ തിരക്കുള്ള സമയത്ത് നടപടിയുമായി മുന്നോട്ട് വന്നത് വൻ ഗതാഗതക്കുരുക്കിനും കാരണമായി. ഗർത്തത്തിൽ ടാറിംഗ് നടത്തി പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.